നമസ്തേ. വ്യാഴമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. തുലാക്കൂറ് 3-4 പാദം ചിത്തിര, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദം. 10ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. 9ലാണ്. ഇപ്പോൾ ഒരാഴ്ചക്കകം നടക്കാവുന്ന ചില വിശേഷങ്ങൾ നടക്കും. അല്ലെങ്കിൽ പാനകം നെയ്വിളക്കൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ജൂൺ മുതൽ 10ലാണ്. 10ലെ കർക്കിടകത്തിൽ 10ലെ വ്യാഴം ദോഷം ചെയ്യുന്നില്ല, വലുതായിട്ടുള്ള ഗുണങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതായത് മടിയനല്ല എങ്കിൽ, വ്യാഴം 10ലായാലും 9ലായാലും 11ലായാലും നിങ്ങൾക്ക് അത് ഗുണം ഉണ്ടാക്കും. കുഴിമടിയന്മാർക്കോ പ്രതികാരം കൊണ്ട് നടക്കുന്നവർക്കോ ഗുണങ്ങളുണ്ടാവില്ല. പ്രവർത്തിക്കുന്നവർക്കും സൽഗുണ സമ്പന്നന്മാരായ ആളുകൾക്കും ഗുണമുണ്ടാകും. ഈ ചിത്ര സൗന്ദര്യവാന്മാരും സൗന്ദര്യവതികളുമാണ്, കുടുംബം നോക്കുന്നവരാണ്, ഉൾക്കാഴ്ചയുള്ളവരാണ്, ഭാവിയെപ്പറ്റി പ്രതീക്ഷ നിർഭരമായ ശൈലി ഉള്ളവരാണ്. ഏത് തരത്തിലായാലും അവർക്ക് പഠിക്കുന്നവർക്കായാലും കുടുംബം ആയിട്ട് ജീവിക്കുന്നവർക്കായാലും പഠിക്കുന്നവർക്ക് ഉയർന്ന മാർക്കുകൾ കിട്ടും. കുടുംബം നോക്കുന്നവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നു. മുതിർന്നവരായ മക്കളുള്ളവർക്ക് അവർക്ക് ജോലി, പ്രതീക്ഷിക്കാത്ത ഉയർച്ച, ദൂരയാത്ര, ദൂരജോലി എന്നിവ തീർച്ചയാണ്. പ്രൊമോഷൻ എന്നിവ തീർച്ചയാണ്. അവർക്ക് ഗംഭീരമായ ഭാവിയുള്ളവരാണ്. 10 ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, തുലാം എന്നത് രാശിയാണ്. അത് ചിഹ്നം ത്രാസാണ്. എപ്പോഴും ത്രാസിന് അനങ്ങുന്നതാണ്, മുകളിലോട്ടും താഴോട്ടും. അപ്പോൾ പരിവർത്തനം ഉണ്ടാകുന്നവരാണ്, ഒരു സംശയം വേണ്ട. ചോതിയുടെ 4 പാദങ്ങളും ഇവിടെയാണ്. അവർ പ്രൈവറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നരായ ആളുകൾക്ക് വിവാഹം, ജോലി, ഉയർച്ച. ഇവർ ധനാഢ്യരാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ധനാഢ്യരാകും. ഇവർക്ക് ഒന്നിൽ കൂടുതൽ ഭവനങ്ങളുണ്ടാകും. അത് തീർച്ചയാണ്. അവർ പഠിക്കുന്ന കാലത്തും ഏതും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നവരായിരുന്നു. പേന, പെൻസിൽ പോലും പഠിക്കുന്ന കാലത്ത് 1-2 വേണം, 1 പോരാ, 2 വേണം എന്ന ചിന്താഗതിക്കാരാണ്. അവർക്ക് ഉന്നതമായ ഒരു ഭാവി കാത്തിരിക്കുകയാണ്. ഹൃദയബന്ധത്തിലുള്ളവർക്ക് പച്ചക്കൊടിയാണ്. ഒരു സംശയവും വേണ്ട. ദൂരയാത്ര, ദൂരജോലി ഇവരെ വിളിച്ചു കൊടുക്കും, സംശയിക്കണ്ട. പിന്നെ വക്കീല്, ശാസ്ത്രജ്ഞന്മാർ, ജേർണലിസ്റ്റുകൾ, പലരും ഉന്നതരായ ഡോക്ടേഴ്സ് എന്നിവ, എഞ്ചിനീയേഴ്സ് എന്നിവരെല്ലാം ഈ ലഗ്നക്കാരാണ്. അവർക്ക് ആർത്തിയുള്ളവർ കുറവാണ്. അതെല്ലാം താനേ കിട്ടുന്നു. അത് പറഞ്ഞാൽ ഒരു ഖഡ്ഗയോഗം താനേ കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പിടിച്ചു വാങ്ങിക്കാനോ ആർത്തിപ്പെട്ട് വളരെ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് നേടിയെടുക്കാനോ അവർ ശ്രമിക്കുന്നില്ല. അവർക്ക് ഉന്നതമായ നിലയിലെത്താൻ പടികൾ കയറിപ്പോകാൻ ഭഗവാൻ സഹായിക്കും. വിഷ്ണുവിനെ പാനകം ചെയ്യുന്നത് ഏറ്റവും നന്മയുള്ളതാണ്. മുരുകനാണ് ശാഖം. 1, 2, 3 പാദങ്ങളാണ് തുലാത്തിൽ. ഇവർക്ക് എപ്പോഴും ബുദ്ധിവൈഭവത്തിന് മുന്നിലാണ്. തർക്കിക്കാനും തർക്കുത്തരം പറയാനും ഈ നക്ഷത്രക്കാർ വലിയ ഒരു ശതമാനം ശ്രമിക്കാറില്ല. ക്ഷമാശീലരാണ്. ഏറ്റവും നല്ല ജീവിത പങ്കാളിയെ അവർക്ക് കിട്ടും. ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവരാണ്. ഇവരുടെ ഹൃദയബന്ധം തന്നിലേക്കായിരിക്കും. അങ്ങോട്ട് പിന്നിടാൻ അറിയുന്നത്. 90% വിജയിക്കാനാണ് സാധ്യത. 1-ൽ കൂടുതൽ ഡിഗ്രികൾ നേടാൻ കഴിയും. 1-ൽ കൂടുതൽ ഭവനം ഉണ്ടാകും. സർക്കാർ ജോലിക്ക് പുറമെ സ്വന്തം ജോലി പ്രൈവറ്റായി അവർ ചെയ്യുന്നവരാണ്. അതായത് ഏജൻസ് പണി, റിയൽ എസ്റ്റേറ്റ് മുതലായവ സ്വന്തം ജോലി ഉള്ളതിന് പുറമെ അതൊക്കെ അവർ ചെയ്യും. അത് വിദേശത്ത് പോലും ചെയ്യാവുന്ന മുതലൻ ഫീൽഡാണത്. അതിൽ നിന്ന് പണം മുടക്കി വീട് വെച്ച് വിൽക്കാനുള്ള ശ്രമവും അവർ ചെയ്യും. അവർക്കത് വിശ്വസിക്കാം. ജയിക്കും. അത്തരത്തിലും അവർക്ക് ദൈവ കടാക്ഷം, മുരുകൻ്റെ കടാക്ഷം എന്നിവ ഉള്ളവരാണ്. മുരുകൻ മീനാക്ഷിയെ ഭജിക്കുന്നതാണ് അവർക്ക് ഏറ്റവും നന്മ. വേണ്ടെന്ന് വെച്ചിരുന്ന സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടും. അതിലുള്ളവർക്ക് അരിയേഴ്സ് കിട്ടും. ക്യാൻസലായിപ്പോയ വിസയെല്ലാം ശരിയാക്കുക ഉടനെ വേറൊരു രാജ്യത്ത് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരിക്കും. എന്തായാലും ഈ 10ലെ വ്യാഴം അവർക്ക് ദോഷമല്ല. 7, 9, 11 മാത്രമാണ് ഗുണമേന്മയുള്ളതെന്ന് വിചാരിക്കേണ്ട. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭഗവാൻ അവരുടെ കൂടെയുണ്ട്. അവർക്ക് നന്മയുണ്ടാകും.